40 കഴിഞ്ഞ മലയാളിക്ക് ആൺ പെൺ വ്യത്യാസമില്ലാതെ ഒരു രോഗം പിടിപെട്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണമെന്ന നിലയിലാണെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം രാത്രി അതിദാരുണമായിട്ടുള്ളൊരു സംഭവം കൊല്ലത്തരങ്ങേറി. ഭർത്താവിന് ഭാര്യയെ തീ കൊളുത്തി കൊല്ലാൻ തോന്നി. ആ ഭാര്യയുടെ കൂടെ ഒരു സുഹൃത്തും കൂടി ഉണ്ടായിരുന്നു. അപ്പം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കൊല്ലുന്നത് പോലെ അസ്വാഭാവികമായ മറ്റൊന്നും ഈ ലോകത്തില്ല എന്ന് ആരോ എവിടെയോ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണിത്? ഈ ലൈംഗിക ദാരിദ്ര്യത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത്? ഒരു സംശയരോഗം എന്താണ്? അടിസ്ഥാനപരമായിട്ട് മലയാളിയുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, അതിൽ നിന്നുണ്ടാകുന്ന സംഭവവികാസങ്ങൾ, പ്രത്യേകിച്ചും ഈ സംശയരോഗം പോലെയുള്ളവ, ലൈംഗിക വിഷയങ്ങളിലെ തൃപ്തിക്കുറവ്, അതിൽ നിന്നുണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് ഇത്തരം സംഭവങ്ങളിലേക്ക് നയിക്കുന്നത്. ഇപ്പോൾ ഈ കൊല്ലത്തെ സംഭവം തന്നെ എടുക്കാം. കൊല്ലത്ത് അതെ, പത്മരാജൻ എന്നൊരാളാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അനില എന്ന കൊട്ടിയം 47 തഴുത്തല സ്വദേശിയായ അനിലയെ, 44-കാരിയായ അനിലയെ പരസ്യമായിട്ട് നടുറോഡിൽ വെച്ച് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊന്നത്. ഇതിലേക്ക് നയിച്ച സംഭവങ്ങളൊന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് വിശദീകരിക്കാം, എന്നിട്ട് നമുക്കിതിൻ്റെ കാരണങ്ങളിലേക്ക് വരാം. ഈ ഭാര്യ ഒരു ബേക്കറി നടത്തുന്നു കൊല്ലത്ത്. ആ നായേഴ്സ് ഹോസ്പിറ്റൽ, വളരെ പ്രസിദ്ധമായ ഒരു ആശുപത്രിക്കടുത്ത് ഒരു ബേക്കറി ഒരു സുഹൃത്തുമായിട്ട് ചേർന്ന് നടത്തുന്നു. ഹനീഷ് എന്നൊരു സുഹൃത്തുമായിട്ട് ചേർന്നാണ് നടത്തുന്നത്. നടത്തുന്നത് ഭർത്താവിനൊട്ടും ഇഷ്ടമല്ല. ഈ ഭർത്താവ് അതിനെ ചൊല്ലി പലപ്പോഴും വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഇവരത് കാര്യമാക്കിയിട്ടില്ല. ഇവർ ഭർത്താവിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോയി. ഈ സ്ത്രീ അനിലയും അവരുടെ ഈ സുഹൃത്തും ചേർന്ന്, ഈ ഹനീഷ് എന്ന് പറയുന്ന ഈ പങ്കാളി, വ്യാപാര പങ്കാളിയും ചേർന്ന് തന്നെ ഉപദ്രവിച്ചു എന്നാണ് പത്മരാജൻ ഈ സംഭവത്തിന് ശേഷം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. എന്നിട്ട് അദ്ദേഹം പോലീസിനോട് പറഞ്ഞത് ഇതൊക്കെയാണ്: എൻ്റെ ഭാര്യയും അവളുടെ ഈ വ്യാപാര പങ്കാളിയും കൂടെ ചേർന്ന് എന്നെ ഉപദ്രവിക്കുന്നു, എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പണം വാങ്ങിയിട്ടുണ്ട്, അത് ഈ ഡിസംബർ 10 തരാമെന്നാണ് ഏറ്റിരുന്നത്, എന്നെ മാരകമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്, എൻ്റെ കാലൊക്കെ അടിച്ചു മുറിച്ചിട്ടുണ്ട് എന്നൊക്കെ പോലീസിനോട് പറയുകയും അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇദ്ദേഹം ഒരു വലിയ ബക്കറ്റിൽ നിറയെ പെട്രോളുമായിട്ട് വന്ന് കാറ് തടഞ്ഞു നിർത്തി. അദ്ദേഹത്തിൻ്റെ ഒമിനി വാനിൽ വന്ന് ഇവർ സഞ്ചരിച്ചിരുന്ന കാറ് തടഞ്ഞു നിർത്തി ഇവരുടെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിച്ച് ഉടനെ തന്നെ തീ കൊളുത്തുകയായിരുന്നു. ഈ സമയം കാറിൽ മറ്റൊരാളുണ്ടായിരുന്നു. അത് ആ ബേക്കറിയിലെ ജീവനക്കാരനായ ഒരാളാണ്. ശരിക്കും അപായപ്പെടുത്താൻ ശ്രമിച്ചത് ഈ വ്യാപാര പങ്കാളിയെ കൂടെയാണ്. പക്ഷെ അന്ന് എന്തോ അയാൾ ഈ കൂടെ ഉണ്ടായിരുന്നില്ല, ഈ ബേക്കറിയിലെ ജീവനക്കാരനാണ് കൂടെ ഉണ്ടായിരുന്നത്. അയാൾ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഡോറ് തുറന്ന് പുറത്ത് ചാടിയതുകൊണ്ട് അയാൾ വലിയ കുഴപ്പമില്ലാതെ അയാൾ രക്ഷപ്പെട്ടു. പക്ഷെ അയാൾക്ക് പരിക്കുണ്ട്. ഈ വ്യാപാര പങ്കാളിയായ ഹനീഷ് പുറകിൽ വേറൊരു വാഹനത്തിൽ വരികയായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും ഈ സംഭവത്തിന് ശേഷം പത്മരാജൻ വളരെ ഒരു ഓട്ടോ പിടിച്ച് നേരെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. ഇതാണ് വാർത്ത. ഇവർക്ക് ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളുണ്ട്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. കേരളത്തിൽ ഇത് ഒരുപാട് സ്ഥലത്ത് കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് നമ്മുടെ സാമൂഹിക മാനസിക ആരോഗ്യ തലങ്ങൾ വളരെ താഴ്ന്നുപോയി എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്തരം സംഭവങ്ങൾ. ഇത് ഇപ്പോൾ നിരന്തരം, പ്രത്യേകിച്ചും ഒരു 40 കഴിഞ്ഞ സ്ത്രീ പുരുഷന്മാരുടെ ഇടയിൽ വളരെ വ്യാപകമായിട്ട് കാണുന്ന ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ ഇതിൻ്റെ അടിസ്ഥാനമാണ്. ഈ കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവങ്ങളാണ് അതൊക്കെ. വിവാഹേതര ബന്ധങ്ങൾ, പരപുരുഷ ബന്ധങ്ങൾ, ഇതൊക്കെ ഇതിന് കാരണമാണ്. അതുപോലെ അവരുടെ ഈ ദാമ്പത്യ ജീവിതം, ലൈംഗിക ജീവിതത്തിലെ താളപ്പിഴകൾ, അത് പുരുഷനായാലും സ്ത്രീ ആയാലും അവർക്ക് വരുന്ന മറ്റ് രോഗങ്ങൾ, ശാരീരികവും മാനസികവുമായ രോഗങ്ങൾ, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ചുറ്റുപാടുകൾ, തൻ്റെ സാഹചര്യം മോശമാകുന്നു, സാമ്പത്തിക നില തെറ്റുന്നു, അത് സാമ്പത്തിക ഭദ്രതയില്ലായ്മ ഉണ്ടാകുന്നു. ഇതെല്ലാം പുരുഷനെയും സ്ത്രീയെയും വലിയ തോതിൽ ബാധിക്കും. അതെല്ലാം നയിക്കുന്നത് ഇത്തരം സംഭവങ്ങളിലേക്കാണ്. അപ്പോൾ തൻ്റെ സാമ്പത്തിക നില ശരിയാക്കാൻ വേണ്ടിയിട്ട് തന്നോടൊപ്പം ചേർന്ന് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, കുടുംബത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ ജോലിക്ക് പോകുന്ന ഭാര്യയെ ഭർത്താവിന് സംശയം, ഭർത്താവിനെ ഭാര്യയ്ക്ക് സംശയം,
ഭർത്താവ് ഫോണിൽ ആരോടെങ്കിലും സംസാരിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീയോടൊന്ന് മിണ്ടിയാൽ അത് ഭാര്യയ്ക്ക് സംശയം. ഭാര്യ ഇടത്തോട്ട് തിരിഞ്ഞാൽ സംശയം, വലത്തോട്ട് തിരിഞ്ഞാൽ സംശയം, നേരെ നോക്കിയാൽ സംശയം, ഉടുക്കുന്ന വസ്ത്രത്തെ ചൊല്ലി സംശയം, പെരുമാറുന്ന രീതിയെക്കുറിച്ച് സംശയം. ഇങ്ങനെ സർവത്ര സംശയരോഗം മലയാളിയെ വലിയ തോതിൽ ബാധിച്ചിരിക്കുകയാണ്. അതിന് കാരണം മലയാളിയുടെ ദൈനംദിന ജീവിതത്തിലെ അച്ചടക്കമില്ലായ്മയാണ്. ഒരു വിധത്തിലും മലയാളി തൻ്റെ സ്വന്തം ജീവിതം തൻ്റെ വരുമാന പരിധിക്കുള്ളിൽ നിന്ന് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ തയ്യാറല്ല. വലിയ തോതിൽ കടം വാങ്ങുന്നു, വലിയ തോതിൽ ദൂർത്തടിച്ച് ചെലവഴിക്കുന്നു. അതുപോലെ അങ്ങനെ ചെലവഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന മറ്റ് താളപ്പിഴകൾ, ഇതെല്ലാം ഈ കുഴപ്പത്തിന് കാരണമാണ്. ഏറ്റവും എടുത്തു പറയേണ്ടത് ലൈംഗിക വിഷയങ്ങളാണ്. വീട്ടിൽ ഭാര്യയോടൊപ്പം ജീവിക്കാൻ, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ വരുന്ന താളപ്പിഴകൾ, അവരുടെ കിടപ്പറയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം ഇത്തരം സംഭവങ്ങളിലേക്ക് നയിക്കും. ഈ ആദ്യമൊക്കെ നമുക്കിത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കഴിഞ്ഞ 20 വർഷങ്ങളായിട്ട് നിരവധി സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആഴ്ചയിൽ 1 എന്ന കണക്കിന് ഇപ്പോൾ അത് പുരോഗമിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ അത് പുരോഗമനമല്ല, അധോഗമനമാണ്. നമുക്കത് അങ്ങനെ പറയാൻ സാധിക്കുന്നില്ല. ഇത് കൂടിയിരിക്കുകയാണ്, ഇതിൻ്റെ തോത് വർദ്ധിച്ചിരിക്കുകയാണ്. ഏറെയും കൊല്ലപ്പെടുന്നത് സ്ത്രീകളാണ്. വീട്ടമ്മമാർ, ജോലിക്ക് പോകുന്നവർ, ചെറിയ വ്യാപാരങ്ങൾ നടത്തുന്നവർ ഒക്കെ. ഇത് 40 വയസ്സ് തൊട്ട് 60-70 വയസ്സിനകത്ത് വരെ ഉള്ളവരിൽ വരെ ഇതുണ്ട്, ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് 60 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെ ഇതുപോലെ കൊല്ലപ്പെട്ട സംഭവം, ഭർത്താവിൻ്റെ കൈകൊണ്ട് ദാരുണമായി കൊല്ലപ്പെട്ട സംഭവം പുറത്തു വന്നിട്ടുണ്ട്. ഇതെല്ലാം ചൂണ്ടുന്നത് അസംതൃപ്തമായ ഒരു ലൈംഗിക ജീവിതത്തിൻ്റെ ബാക്കി പത്രം, ബാലൻസ് ഷീറ്റ് ആണിത്. വാസ്തവത്തിൽ ഇത് മനസ്സിലാക്കി തിരുത്താൻ മലയാളിക്ക് സാധിക്കുന്നില്ല. മലയാളി ഇതിൻ്റെ കുഴപ്പം എവിടെയാണെന്ന് കണ്ടെത്താൻ പറ്റുന്നില്ല. തൻ്റെ തെറ്റ് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. തൻ്റെ വീഴ്ചകൾ പങ്കാളിയിൽ ആരോപിച്ച് തൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ പ്രതിസ്ഥാനത്ത് നിർത്തി വിചാരണ ചെയ്ത് കുറ്റപ്പെടുത്തി, കുറ്റം ചാർത്തി ഇവിടെ ഭാര്യമാർക്കും തുല്യ പങ്കാളിത്തം. തീർച്ചയായിട്ടും ഇവർക്കെല്ലാം രണ്ടുപേർക്കും പങ്കാളിത്തമുണ്ട്. ഇപ്പോൾ ഈ കൊല്ലത്തെ സംഭവത്തിൽ പത്മരാജൻ്റെ മൊഴി ശരിയാണെങ്കിൽ, പത്മരാജൻ്റെ മൊഴി ഇപ്പം വന്നത് പുതിയ റിപ്പോർട്ട് പ്രകാരം ഭാര്യയെ കൊന്നതിലല്ല തനിക്ക് വിഷമം, മകളെ ഓർത്തു മാത്രമാണ്. അതായത് പത്മരാജൻ പറയുന്നത് ഈ അനീഷുമായിട്ടുള്ള ഈ ഉടമസ്ഥൻ എന്ന് പറയുന്നത്, പാർട്ട്ണർ എന്ന് പറയുന്നത് ഈ അനീഷാണ്. ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് ഈ ബേക്കറി കട നടത്തുന്നത്. അപ്പം അനീഷിൻ്റെ കയ്യിൽ നിന്ന് ഏതോ രീതിയിൽ സാമ്പത്തികമായി കുറച്ച് പൈസ ഈ ഭാര്യ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയോ തർക്കം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പത്മരാജൻ ഇടപെട്ടു. അത് പിന്നെ അവസാനം ഈ അനീഷും പത്മരാജനും തമ്മിൽ വലിയ രീതിയിലുള്ള കയ്യാങ്കളികളിലേക്കും കാര്യങ്ങളിലൊക്കെ പോയി. ഈ പത്മരാജനെ അനീഷ് വലിയ രീതിയിൽ മർദ്ദിച്ചു. അപ്പോൾ ആ മർദ്ദിക്കുന്ന സമയത്ത് ഭാര്യ ഇത് നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരക്ഷരം അനീഷിനെ മാറ്റാൻ വേണ്ടിയിട്ട് അവൾ ശ്രമിച്ചില്ല. എനിക്ക് ആവുന്നത്ര കിട്ടിക്കോട്ടെ എന്നൊരു ധാരണയിലാണ് ഭാര്യ പെരുമാറിയത് എന്നാണ് ഇപ്പോഴത്തെ ഒരു പുതിയ മൊഴിയിൽ പത്മരാജൻ നൽകുന്നത്. അത് തന്നെ വല്ലാതെ വേദനിപ്പിച്ചു. തൻ്റെ ഹൃദയത്തിൽ വല്ലാത്ത ആഘാതമുണ്ടാക്കി. കാരണം സ്വന്തം ഭാര്യയാണ്, ഇത്രയും നാൾ കൂടെ കഴിഞ്ഞ, ഇവർക്കൊരു മകളുണ്ട്, ഇത്രയും നാൾ കൂടെ കഴിഞ്ഞൊരു ഭാര്യ ഒരു അന്യ വ്യക്തി, ഒരു ഭർത്താവിനെ പുരുഷൻ മിണ്ടുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഭർത്താവിന് വിരോധവും ദേഷ്യവും സങ്കടവും ഒക്കെ വരും. അപ്പം നേരത്തെ തന്നെ ഈ അനീഷയോട്, ഈ ഭാര്യയോട് അനീഷുമായിട്ടുള്ള സുഹൃത്ത് ബന്ധം നീ അവസാനിപ്പിക്കണം എന്ന് ഈ പത്മരാജൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കേട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. ഒരു സൗഹൃദ ബന്ധം ആർക്കും നടത്താം, അതിൻ്റെ ഒന്നും കൈകടത്തേണ്ട ആവശ്യമില്ല. എങ്കിലും പത്മരാജൻ ഈ സൗഹൃദവുമായിട്ട് യാതൊരു തരത്തിലുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് അവസാനം ഇദ്ദേഹത്തെ ചിന്തിപ്പിച്ചത് ഒരു കൊലപാതകത്തിലേക്കാണ്. ഈ ഉടമസ്ഥനായിട്ടുള്ള വ്യക്തിയെ കൊല്ലാനാണ് ഇദ്ദേഹം, ആ വ്യക്തിയെയും ഭാര്യയെയും കൊല്ലാനാണ്, അല്ലെങ്കിൽ തീ കൊളുത്തി കൊല്ലാനാണ് ഇയാൾ ശ്രമിച്ചത്. പക്ഷേ മറ്റൊരു ജീവനക്കാരനായിപ്പോയി ആ കാറിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഇപ്പോഴും ഈ വ്യക്തി പറയുന്നത്, എനിക്ക് യാതൊരു സങ്കടവുമില്ല, ഭാര്യയെ തീ കൊളുത്തിക്കൊന്നതിൽ എനിക്ക് ഒരു പ്രയാസമില്ല, മകളെ ഓർത്തും മാത്രമാണ് എനിക്ക് പ്രയാസം. അപ്പം ആ ഭാര്യ വല്ലാത്ത രീതിയിൽ ഇയാളെ ബുദ്ധിമുട്ടിച്ച് കാണും. ആ ഒരു ആംഗിളിലും കൂടി അല്ല, അതും നമുക്കിവിടെ ഇതിൻ്റെ അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴങ്ങൾ നമുക്ക് പോയി ഇപ്പോൾ വിശകലനം ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ വർദ്ധിക്കുന്നത് ആശങ്കാജനകമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, മലയാളിയുടെ ഈ കുടുംബ വ്യവസ്ഥിതി നമ്മൾ വളരെ വലിയ
കുടുംബത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നവരാണ് നമ്മൾ. ഇന്നിപ്പോൾ അത് വലിയ തോതിൽ ഡൈവോഴ്സ് കേസുകളുടെ എണ്ണം തന്നെ എത്ര കണ്ട് വർദ്ധിച്ചിരിക്കുകയാണ് കേരളത്തിൽ. കുടുംബത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടല്ലേ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കുടുംബത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇത് വാസ്തവത്തിൽ കുഴപ്പം കണ്ടുപിടിച്ച് ഈ താളപ്പുഴ എവിടെയാണെന്ന് മനസ്സിലാക്കി അതിനെ തിരുത്തുകയല്ലേ വേണ്ടിയിരുന്നത്. അതിന് പകരം ഈ സംശയവും ഈ പ്രശ്നങ്ങളും ഒക്കെ ഈ പത്മരാജനാകട്ടെ ഈ ഭാര്യയ്ക്കാകട്ടെ ഇതെല്ലാം പരസ്പരം സംസാരിച്ച് ഒരു എന്താ പറയുക ഒരു ധാരണയുണ്ടാക്കി വിട്ടുവീഴ്ച ചെയ്ത് ആ കുഞ്ഞിന് വേണ്ടിയിട്ടെങ്കിലും ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിരുന്നില്ലേ. നോക്കൂ, 15 വയസ്സായ ഒരു പെൺകുട്ടിയാണ്. അതിനെ ഇനി ആര് സംരക്ഷിക്കും? അതിന് ആരുണ്ട്? നമ്മൾ ഈ മലയാളി ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അടുത്ത തലമുറയെ നമ്മൾ അരാജകത്വത്തിലേക്ക് ഏറ്റവും വലിയ എന്താ പറയുക കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയാണ്. ഇങ്ങനെ വരുന്ന കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും വലിയ തോതിൽ മയക്കുമരുന്ന് പോലെയുള്ള ഇതിന് അടിമപ്പെട്ട് ജീവിതം തുലയ്ക്കുകയാണ്. ഈ സത്യം നമ്മൾ അറിയുന്നില്ല. അതെ, ശരിയാണ്. ഇതിൻ്റെ പിന്നിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. കാരണം എത്രയോ ഭാര്യമാർ പരാതിപ്പെടുന്നത് കാണാം. ഓഫീസ് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഭർത്താവ് എൻ്റെ ഫോൺ ചെക്ക് ചെയ്യാറുണ്ട്. ഞാൻ ആർക്കൊക്കെ മെസ്സേജ് അയച്ചു, എനിക്ക് ആർക്കൊക്കെ മെസ്സേജ് വന്നു, രാത്രി എൻ്റെ ഫോൺ അടിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന് ടെൻഷനാണ്. ഇങ്ങനെ എത്രയോ ഭാര്യമാർ പറയുന്നുണ്ട്. അതായത് ഭാര്യമാർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പുരുഷന്മാരുടെ, സ്ത്രീ എന്ന് പറയുന്നത് അടിമകളായിട്ട് കഴിയേണ്ട ഒരു വ്യവസ്ഥിതി. അതിനെയാണോ കുടുംബം എന്ന് നമുക്കറിയില്ല. അങ്ങനെ പലരും വിലയിരുത്തുന്നുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞു എന്നല്ല, പലരും അങ്ങനെ വിലയിരുത്തുന്നുണ്ട്. അപ്പം അതിൽ നിന്നൊരു പൊട്ടിക്കൽ, അതിൽ നിന്നൊരു ഇറങ്ങി ചങ്ങല പൊട്ടിച്ചുകൊണ്ടുള്ള ഒരു ഇറക്കം ഈ സ്ത്രീകൾ വലിയ രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് മറ്റു സുഹൃത്ത് ബന്ധങ്ങൾ അവർ സ്ഥാപിക്കുന്നു. അതിൽ ഭർത്താക്കന്മാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അല്ല, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. ഇത് വലിയ ആഴത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ഈ ജേർണലിസ്റ്റുകൾ മാത്രമല്ല, ഇതിൻ്റെ വിദഗ്ധർ, ഈ വിഷയത്തിൽ മാനസിക രോഗത്തിന് ചികിത്സിക്കുന്ന വിദഗ്ധരായ ഡോക്ടർമാരുൾപ്പെടെയുള്ളവർ, കൗൺസിലേഴ്സ് ഉൾപ്പെടെയുള്ളവർ ഇരുന്ന് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. സർക്കാർ ഇതിന് മുൻകൈയെടുക്കണം. സാമൂഹ്യക്ഷേമ വകുപ്പ് ഇതിന് മുൻകൈയെടുക്കണം. സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യം സംരക്ഷിക്കുന്ന ആരോഗ്യ വിഭാഗം ഇതിന് മുൻകൈയെടുക്കണം. അത്തരം ചർച്ചകൾ നടത്തി വനിതാ കമ്മീഷൻ, തീർച്ചയായിട്ടും അവർക്ക് വലിയ പങ്കുണ്ട്. ഇത്തരം കുഴപ്പങ്ങൾ കണ്ടെത്തി പരിഹരിക്കാൻ ആവശ്യമായ സന്നദ്ധ സംഘടനകൾ, മതമേലധ്യക്ഷന്മാർ, അവർക്കൊക്കെ വലിയ പങ്ക് ഇതിൽ നിർവഹിക്കാൻ പറ്റും. നോക്കൂ, എത്ര ദാരുണമായിട്ട് ഒരു ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തും. ഇതേപോലത്തെ ഒരു വലുതും ചെറുതുമായ പല സംഭവങ്ങളുണ്ട്. ഇത് ഒന്നൊന്നുമല്ല. ഭാര്യയെ വെട്ടി, ഭർത്താവിനെ വെട്ടി, ഇത് നടുറോഡിൽ സംഭവിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ വീട്ടിനുള്ളിൽ നടക്കുന്ന എത്രയോ സംഭവങ്ങളുണ്ട്. ഇതെല്ലാം വാസ്തവത്തിൽ മലയാളിയുടെ മാനസിക ആരോഗ്യം താഴേക്ക് പോയി അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ കൊല്ലാൻ തോന്നുന്നു എന്ന് പറയുന്നത് തീർത്തും അസ്വാഭാവികമായിട്ടുള്ള, അബ്നോർമൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്.